ഹായ് ഗൈസ്, നമ്മളിപ്പോൾ തൂക്കത്തിന് പോകാൻ റെഡിയായി നിൽക്കുകയാണ് ഗൈസ്. നമ്മളുടെ ഇടയാവണത്തെ അമ്പലത്തിൽ തൂക്കം നടക്കുകയാണ്. അപ്പം നമ്മള് മണിക്കുട്ടിയുണ്ട്, മഹിയുണ്ട്, മഹിയുടെ തൂക്കമുണ്ട്. അവന് ഫസ്റ്റ് ആണ് തൂക്കം. അതുകൊണ്ട് നമ്മളിപ്പോൾ 2 മണി എന്തോ ആയതേ ഉള്ളൂ. നേരത്തെ റെഡിയായി പോകാൻ വേണ്ടി നിൽക്കുക. അവന് ആദ്യമാണ് തൂക്കം. അപ്പം അവന് തൂക്കമുള്ളതുകൊണ്ട് മണിക്കുട്ടി നേരത്തെ അമ്പലത്തിലോട്ട് പോയി. നമ്മളിപ്പോൾ പോകും, നമ്മൾ വീട്ടുകാരും കൂടെ ആയിട്ട് ഇപ്പം അമ്പലത്തിലോട്ട് പോകും. അമ്പലത്തിൽ ചെന്നിട്ട് അമ്പലത്തിലെ വിശേഷങ്ങൾ കാണാം. നമ്മൾ അമ്പലത്തിൽ വന്ന ഉടനെ കാണുന്നത് മുഖത്ത് ചാന്തൊക്കെ അണിഞ്ഞ് വില്ലിലേറ്റാനായിട്ട് റെഡിയായി നിൽക്കുന്ന മഹിയാണ്. മഹി ഇപ്പോൾ ദേവിയുടെ നിന്ന് അനുഗ്രഹം വാങ്ങാനായിട്ട് അമ്പലത്തിൽ തൊഴുവാൻ പോകുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പൊ അമ്പലത്തിൽ പോയി തൊഴുത് വില്ലിൽ കയറുന്നതിന് മുമ്പ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഇറങ്ങി വരുവാണ് ഗൈസ്. ഇനി മഹിയെ വില്ലിൽ വെച്ച് കെട്ടും. മഹി ചെയ്യുന്നത് പിള്ളകെട്ടി തൂക്കമാണ്. അതായത് ഏത് കുട്ടിക്ക് വേണ്ടിയിട്ടാണോ അവൻ ഈ തൂക്കം ചെയ്യുന്നത് ആ കുട്ടിയെ പിടിച്ചുകൊണ്ട്, ഇപ്പൊ ഏത് കുട്ടിയാണോ അങ്ങനെ പിള്ളകെട്ടി തൂക്കം ചെയ്യുന്നത് ആ കുട്ടിയെ വെച്ചുകൊണ്ട് അമ്പലത്തിന് ചുറ്റും 3 റൗണ്ട് കുട്ടിയെ താഴ്ത്തി പിടിച്ച്, ഈ വില്ല് താഴ്ത്തിയാണ് കുട്ടിയെ പിടിക്കുന്നത്. അങ്ങനെ താഴ്ത്തി പിടിച്ച് വില്ല് 3 വട്ടം അമ്പലത്തിന് ചുറ്റി വലം വെച്ച് വരുമ്പോഴാണ് നമ്മുടെ ഈ തൂക്കം കംപ്ലീറ്റ് ആവുന്നത്. ഇതൊരു നേർച്ചയാണ് ഗൈസ്. ഇങ്ങനെ ഓരോരുത്തരെ നേരുന്നതാണ്. ഇപ്പൊ വില്ല് ഉയർത്തി ദേവിയുടെ അനുഗ്രഹം വാങ്ങുന്നതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇനി വില്ല് താഴ്ത്തി ഏത് കുട്ടിക്ക് വേണ്ടിയിട്ടാണോ ഈ പിള്ളകെട്ടി തൂക്കം നടത്തുന്നത് ആ കുട്ടിയെ കയ്യിൽ വെച്ച്, ഇവിടെ കുഞ്ഞുങ്ങളെ കൊടുക്കത്തില്ല, അവരുടെ പാരന്റ്സും കൂടി കുട്ടികളെ ഹോൾഡ് ചെയ്ത് പിടിച്ച് 3 വട്ടം വലം വെച്ച് വരുമ്പോഴാണ് ഈ തൂക്കം അവസാനിക്കുന്നത്. ഇത് ദേവി സന്നിധിയിലാണ് കൂടുതലായും നടത്തി വരുന്നത്. വാത്സല്യനിധിയായ ദേവിയെ നമ്മുടെ മാതാവായി സങ്കല്പിച്ചിട്ട് നമ്മൾ ദേവിക്ക് ഒരു നേർച്ച നേരുകയാണ്. ഇതൊരു ആരാധിക്കുന്ന സമ്പ്രദായമാണ് ദേവിയെ. നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ദേവിയുടെ സംരക്ഷണം ലഭിക്കുന്നതിനും കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി നമ്മൾ നേരുവാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴോ നമുക്ക് മക്കളില്ലാതെ ഇരിക്കുമ്പോഴോ നമുക്ക് ഇങ്ങനെ നടത്തി തരണേ ദേവി, അല്ലെങ്കിൽ നമുക്കൊരു കുഞ്ഞിനെ തരണേ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും നേരുന്ന ആ നേർച്ച നടത്തുകയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അത് ഇടയാവണത്തമ്മയുടെ നടയില് ഉത്സവം നടക്കുമ്പോഴാണ് ഈ തൂക്കം, ഈ നേർച്ച നമ്മൾ നടപ്പിലാക്കുന്നത്. ഇപ്പൊ മഹിയുടെ വില്ല് വലം വെച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. ഇനി മഹി ഇതിൽ നിന്ന് ഇറങ്ങിയിട്ട് വ്രതം മുറിക്കാനായിട്ട് പോകും. ഇനി അടുത്ത തൂക്കം നിൽക്കേണ്ട കുട്ടികൾ വെള്ളിലേക്ക് കയറും. ഇപ്പൊ നമ്മുടെ അമ്പലത്തിൽ ഒരുപാട് പരിപാടികൾ അമ്പല കമ്മിറ്റിക്കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തൂക്കത്തിന്റെ ദിവസം കാണത്തില്ല, ഇത്രയും ദിവസം ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് കുടുംബക്കാർ ഇന്നത്തെ ദിവസം കാണാൻ പറ്റി. ഇതൊരു കുടുംബ സംഗമം പോലെയായിരുന്നു ഗൈസ് സത്യം പറഞ്ഞാൽ. പിന്നെ കൂടെ പഠിച്ച ഒരുപാട് സുഹൃത്തുക്കളെ കാണാൻ പറ്റി. അങ്ങനെ എന്തുകൊണ്ടും നമ്മൾ കാത്തിരിക്കുന്ന, ഒരു വർഷത്തെ നമ്മളെ കാത്തിരിപ്പാണ് ഇടയാവണത്തമ്മയുടെ നടയിൽ തൂക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, വളരെ ബിസി ആയിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഈ തിരക്ക് കണ്ടാൽ മനസ്സിലാവും എന്തോരം പ്രശസ്തി ആർജിച്ച അമ്പലമാണ് നമ്മുടെ ഇടയാവണത്തമ്മയുടെ അമ്പലം എന്ന്. ഇവിടുത്തെ തിരക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. രാത്രി അലങ്കാര തൂക്കം കാണാനാണ് ഗൈസ് ഇവിടെ ഇത്രയും ആൾക്കാർ. അലങ്കാര തൂക്കം എന്ന് പറയുന്നത് വില്ല് നിറച്ച് അലങ്കരിച്ച് വളരെ മനോഹരമാക്കിയിട്ട് നടത്തുന്ന ഒരു തൂക്കമാണ്. അത് കാണാനാണ് ഈ രാത്രി ഇത്രയും ആൾക്കാർ അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഇടയാവണത്തമ്പലത്തിലെ ഉത്സവം കഴിഞ്ഞു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.